പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദേവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ച കഴിഞ്ഞ് 2:30 സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ കൃപാസ്ഥാനത്താറെ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഈ പ്രാർത്ഥനയെ ആശ്രയിച്ചുകൊണ്ട് ജീവിതം തുടങ്ങാൻ പോകുന്ന എല്ലാ മക്കളെയും നിന്റെ തിരുമുറവാർന്ന അണിപ്രധാന അത്ഭുതകർത്താൽ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഇനി ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ. നീ കടന്നു പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്തു തീർക്കുന്ന ഹോംവർക്കുകൾ, നിന്റെ ഓരോ ഉദ്യമങ്ങളും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിന്റെ അധ്വാനങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓരോ ദിവസത്തിനും അതാത് ദിവസത്തെ ഉത്കണ്ഠകളും അധികമല്ലോ എന്നരളിച്ചത് കർത്താവിൻ്റെ വചനപ്രകാരം നീ അഭിമുഖീകരിക്കുന്ന ഉത്കണ്ഠകളെ അതിജീവിക്കാനുള്ള ആത്മശക്തി, ആത്മധൈര്യം കർത്താവ് നിനക്ക് നൽകട്ടെ. നീ ഇന്ന് കടന്നു പോകുന്ന പ്രത്യേക പ്രതിസന്ധികൾ, നിനക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമാണെന്ന് കരുതുന്ന വിഷയങ്ങൾ, പ്രാർത്ഥനാ സഹായം നീ ആരോടെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയങ്ങൾ ഇപ്പോഴേ പരിശുദ്ധ മതേമാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. നീ പോകുന്ന വഴികൾ, ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, സ്വന്തം വാഹനമായാലും വാടക വാഹനമായാലും എല്ലാ അപകടങ്ങളിൽ നിന്നും കർത്താവ് നിന്നെ സംരക്ഷിക്കുകയും നീ പോകുന്നിടത്ത് എല്ലാം
നിന്നോടുകൂടെ ഞാൻ ഉണ്ടായിരിക്കുന്ന അളിച്ചത് കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം അവിടുത്തെ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് ആ സാന്നിധ്യം അനുഭവിക്കുവാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ. പരീക്ഷ കഴിഞ്ഞ മക്കള്, റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കള്, അവർക്ക് ഉപരിപഠനത്തിന് ഉപയുക്തമായ ആശാവഹമായ പരീക്ഷാഫലം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭാവിയിൽ എന്തെടുക്കണം, എന്ത് ചെയ്യണം, ഏത് ഗ്രൂപ്പ് പഠിക്കണം, എവിടെ അഡ്മിഷൻ കിട്ടുമെന്നൊക്കെ ആശങ്കപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് അതിനെല്ലാം നിങ്ങൾക്ക് അനുയോജ്യമായൊരു മറുപടി കിട്ടാൻ വേണ്ടി ദൈവത്തിനെ ചോദിക്കുന്നെങ്കിൽ ലഭിക്കുന്ന അളിച്ചത് കർത്താവിൻ്റെ വാക്കിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, എഴുതുന്ന കാര്യങ്ങൾ, ഒപ്പിടുന്ന കാര്യങ്ങൾ എല്ലാം കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ, മരുന്ന് കഴിക്കുന്നവർ, വിവിധങ്ങളായ രോഗങ്ങളിൽ ഇരിക്കുന്നവർ, ഒരു തീരുമാനം എടുക്കാൻ പഹിയാതെ എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയാതെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നവർ, ആരോട് ചോദിക്കാനും പറ്റത്തില്ല, പക്ഷെ തീരുമാനം എടുക്കാനും പറ്റത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവരെല്ലാം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ പറയുന്നു. കർത്താവ് കാലാന്തരത്തിൽ എൻ്റെ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് കർത്താവ് നീ നടക്കേണ്ട വഴി ഞാൻ നിന്റെ മുഖത്ത് നിനക്ക് ഉപദേശിക്കുന്ന അളിച്ചത് കർത്താവിൻ്റെ വാഗ്ദാനമാണത്. അതുകൊണ്ട് തന്നെ നീ ചെയ്യേണ്ട കാര്യങ്ങൾ, ചില സമയത്ത് പരീക്ഷ പേപ്പറിൽ വരാൻ പോകുന്ന ചോദ്യങ്ങൾ പോലും നീ എഴുതേണ്ട പരീക്ഷയുടെ ഉത്തരങ്ങളാണ്. അത് നേരത്തെ അറിയാവുന്ന കർത്താവ് നീ നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരുന്ന അളിച്ചതുപോലെ നിൻ്റെ ഇൻ്റർവ്യൂവിന് നിന്നോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എല്ലാം കർത്താവിനറിയാം. അവൻ നീ നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു ചെയ്തത് ഒരു വാഗ്ദാനമാണെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങളെക്കുറിച്ച് ആലോചിക്കുവാനും പഠിക്കുവാനും സന്ദർഭവശാൽ നീ പോലും അറിയാതെ നീ അതെല്ലാം തിരഞ്ഞെടുത്ത് നിനക്ക് ആ സമയമാകുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നീ ന്യായാധിപത്യത്തിൻ്റെ തിരുസന്നിധി നിൽക്കുമ്പോൾ എന്ത് പറയണമെന്ന് മുൻകൂട്ടി ആലോചിക്കേണ്ട, നീ പറയേണ്ടത് ആ സമയത്തേക്ക് അറിവ് നൽകുന്ന ചെയ്ത കർത്താവ് നിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നിന്നെ ആശ്വസിപ്പിക്കുകയും അതാത് സമയത്ത് ആവശ്യമായ കൃപ അതാത് സമയത്ത് നിനക്ക് നൽകാൻ തക്കവിധം ദൈവവുമായി നീ ഐക്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ നീ നിൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടട്ടെ. നീ കർത്താവിന് പെറുപെറുപ്പ്, പല്ലുകടി ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ട കാര്യമാണ്. ദൈവത്തിരുസനെ വ്യാപരിക്കുന്നവർ ഒഴിവാക്കേണ്ട ഒരു സാധനമാണ്. പെറുപെറുപ്പ് എവിടെയെല്ലാം ഉണ്ട്, അതെല്ലാം ഈശോ എടുത്തെടുത്ത് പറയുന്നുണ്ട്. നമുക്കൊരു പെറുപെറുപ്പും പല്ലുകടി, അവിടെ പെറുപെറുപ്പ് പല്ലുകടി ഉണ്ടാവും. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 8:12 എടുത്തേ. രാജ്യത്തിന്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. അതാണ് പെറുപെറുപ്പും പല്ലുകടിയാണ്. പല്ലുകടിയും പെറുപെറുപ്പും ഒരു സാധനം തന്നെയാണ്. പക്ഷെ അത് നമ്മളെ വായിക്കുമ്പോൾ നമുക്ക് താളമായിട്ട് തോന്നുമെങ്കിലും ദൈവരാജ്യം നഷ്ടപ്പെട്ട ലക്ഷണമാണ്. ഒരു മനുഷ്യൻ ദൈവരാജ്യത്തിൽ നിന്ന് പുറത്ത് പോയി പിന്നെ ഈ നരകമെന്നൊക്കെ ഒന്നും ഈശോ പറയത്തില്ല. അതിന് പകരം ഈശോ നയതന്ത്ര ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ദൈവരാജ്യത്തു നിന്ന് പുറത്തു പോകും, അവിടെ പിറുവിറുപ്പും പല്ലുകടിയും ആയിരിക്കും. ഒരാൾ ദൈവരാജ്യം പുറത്തു പോകുന്നത്. അതുകൊണ്ട് ഈശോ പിറുവിറുപ്പുകാരെ പുറത്താക്കും, കരച്ചിലുകാരെ പുറത്താക്കും. ഇപ്പം ജയറൂസിൻ്റെ വീട്ടിലൊക്കെ വരുമ്പോൾ ജയറൂസിൻ്റെ മകളെ പുനർജീവിപ്പിക്കുന്നതിന് മുമ്പ് കർത്താവ് കുഴലൂത്തുകാരെ പുറത്താക്കുന്നില്ലേ? മത്തായി 9:23-24. യേശു ഭരണാധികാരിയുടെ ഭവനത്തിലെത്തി കുഴലൂത്തുകാരെയും ബഹളം വയ്ക്കുന്ന ജനങ്ങളെയും കണ്ടു പറഞ്ഞു, നിങ്ങൾ പുറത്തു പോകുവിൻ. അപ്പോൾ ബൈബിളിൽ ഇങ്ങനെ കുറേ ഗെറ്റോട്ടടികളുണ്ട്. അതുകൊണ്ട് ഈശോ പിറുപിറുപ്പ്. ഇനി വേറൊരു കക്ഷിയുണ്ട് പിറുപിറുക്കണം. എന്നുവെച്ചാൽ അത് മത്തായി 20:11 നേരത്തെ അത് വാങ്ങുമ്പോൾ എന്ന് വെച്ചാൽ എന്താ വാങ്ങണമെന്ന് അറിയാമോ? ഇവർ ദിവസക്കൂലിക്ക് ഒത്തിട്ട് ജോലി ചെയ്തിരിക്കുകയാണ് മുന്തിരിത്തോട്ടത്തിലെ. അപ്പോഴേ അത് പല സമയത്ത് വന്നിട്ടുള്ള ആൾക്കാർ, യജമാനൻ പല സമയത്ത് പല ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. 12-ാം മണിക്കൂറിൽ കൂലി കൊടുക്കത്തില്ലേ? വൈകുന്നേരം 6 മണിക്കാണ് കൂലി കൊടുക്കണം. കൂലി കൊടുക്കുമ്പോൾ എന്നാ വരിക വെച്ച് കഴിഞ്ഞാൽ ആ അവസാനം വന്ന ആൾക്കാർക്ക് ഒരു ദിനാർ കിട്ടും. അപ്പോൾ ആദ്യം വന്ന ആൾക്കാർ വിചാരിക്കും ഞങ്ങൾ പകൽച്ചൂട് മുഴുവൻ അനുഭവിച്ചല്ലോ, ഞങ്ങൾക്ക് കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചത് അവരുടെ വിചാരമാണ്. പക്ഷെ അപ്പോൾ എഗ്രിമെൻ്റ് അതില്ല, അവർ വിചാരിച്ചതാണേ.
നമ്മൾ വിചാരിക്കുന്നത് ദൈവത്തിൻ്റെ കരുത്ത് കണ്ട കാര്യമില്ല. എഗ്രിമെൻ്റ് അതില്ല. എഗ്രിമെൻ്റ് എന്താണ്? അതിലത് യജമാനൻ പറയുന്നുണ്ട്, നീ പെരുപിറുക്കേണ്ട കാര്യമില്ല, ഒരു ദിനാറൊക്കെയല്ലേ രാവിലെ നമ്മൾ സമ്മതിച്ചത്. എനിക്കിഷ്ടമുള്ളത് എനിക്ക് ഇഷ്ടമുള്ളവർ കൊടുക്കാൻ പാടില്ലേ? ഞാൻ നല്ലവനായതുകൊണ്ട് എന്താണ് നിങ്ങളിതിനെ അസൂയപ്പെടുന്നതെന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഇതൊന്നും പറയാനല്ല ഇപ്പം ഇവിടെ വന്നത്. എന്താ കാര്യം? ഇതൊക്കെ നിങ്ങൾ അറിയണം. ദൈവത്തോട് പിറുപിറുക്കുക, മറ്റവരെ കമ്പയർ ചെയ്യുക എന്ന് വെച്ചാൽ അവർ കമ്പയർ ചെയ്തില്ലേ. അപ്പോൾ ഈ 11-ാം മണിക്കൂറിൽ വന്നവന് ഒരു ദിനാറ കിട്ടിയപ്പോൾ 1-ാം മണിക്കൂറിൽ വന്നുവെച്ചാൽ രാവിലെ 6 മണിക്ക് വന്ന ആൾക്കാർക്ക് ഒരു ദിനാറ കിട്ടി. അപ്പോൾ ഒരു ദിനാറ കിട്ടിയപ്പോൾ അവരുടെ കംപ്ലൈൻറ്റ് എന്താണെന്നറിയാമോ? ഞങ്ങളെ ഈ ലേറ്റ് കമറുമായിട്ട് അവസാനം വന്ന ആളുമായിട്ട് തുല്യരാക്കിയല്ലോ എന്നാണ്. അതാണ് അവരുടെ കംപ്ലൈൻറ്റ്. ദൈവത്തിൻ്റെ അടുത്ത് ദൈവം ആരെ തുല്യരാക്കി, ആർക്ക് കൊടുത്തു, ആർക്ക് കൊടുത്തില്ല, ഇതൊന്നും നമ്മുടെ സബ്ജക്റ്റ് അല്ല ശരിക്കും. അതുകൊണ്ടാണ് നേരിട്ട് ചോദിക്കണം. ഞാൻ ഉദാഹരണമായതുകൊണ്ട് നിങ്ങളെന്താ അസൂയപ്പെടുന്നത്? അപ്പം ദൈവം ചികിത്സിച്ച ആരാണ്? അവിടെ അസൂയ, അവർ നല്ലവരെ കഠിനാധ്വാനം ചെയ്തെങ്കിലും അസൂയ മാറിയിട്ടില്ല. അത് നിസ്സാര കാര്യമില്ല കേട്ടോ. കഠിനാധ്വാനമൊക്കെ ചെയ്താണ്, വെയിലൊക്കെ കൊണ്ടതാണ്. പക്ഷെ കഥയില്ല. ഈ നമ്മുടെ മലയാളത്തിൽ പറയത്തില്ലേ, എല്ലാം ഉണങ്ങണത് എണ്ണ കിട്ടാൻ, പാറ്റാപ്പിഴക്ക് ഉണങ്ങണത് എന്തിനാണെന്ന് ചോദിക്കത്തില്ലേ? അതുപോലൊരു സംഭവമാണ്. ആ കക്ഷിയുടെ പാറ്റാപ്പിഴക്ക് ഉണങ്ങണ പോലെ ആയിപ്പോയി. രാവിലെ പോലും ഉണങ്ങണതാണ് നിന്നുകൊണ്ട്. പക്ഷെ എന്താ ഉള്ളിൽ അസൂയിരിപ്പുണ്ട്. നമ്മുടെ പല സൽപ്രവൃത്തികളും അബദ്ധമാകണത് ഇങ്ങനെയാണ്. നിങ്ങളുടെ സൽപ്രവൃത്തികൾ നിങ്ങളുടെ സൽപ്രവൃത്തികൾ ഋതുവായ സ്ത്രീയുടെ മലിന വസ്ത്രം വരെ പോലെയാണെന്നല്ലേ. യെശയ്യാ 64:6 ഞങ്ങൾ അശുദ്ധനെ പോലെയും കേട്ടോ ഞങ്ങൾ അശുദ്ധനെ പോലെ ഞങ്ങളുടെ സൽപ്രവൃത്തികളുടെ ദുരന്തം കണ്ട മലിന വസ്ത്രം പോലെയും. അപ്പൊ സൽപ്രവൃത്തികൾക്കുണ്ടാകുന്ന ഒരു ദുരന്തമാണ്. ഇപ്പൊ ഇവരെന്താ ചെയ്യണത്? ഇവര് ശരിക്കും പറഞ്ഞാൽ രാവിലെ മുതൽ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എല്ലാം ഉണങ്ങണ പോലെ എണ്ണ ഉണങ്ങേണ്ട ആൾക്കാരായിരുന്നു. പക്ഷെ ഇപ്പോൾ പാറ്റാപ്പിഴുക്കായി പോയി, എണ്ണ എനിക്ക് കിട്ടത്തില്ല. എന്താ കാര്യം? സൽപ്രവൃത്തികളുടെ കൂടെ തന്നെ ദൈവസ്നേഹവും ഉണ്ടാകണം, മറ്റുള്ളവരോടുള്ള സ്നേഹവും ഉണ്ടാകണം. ആർക്കെങ്കിലും സ്നേഹം അസൂയപ്പെടുന്നില്ലെന്നല്ലേ വായിച്ചേ? 1 കൊരിന്ത്യർ 13:4 സ്നേഹം ദീർഘക്ഷമയും ദയയും ഉള്ളതാണ്, സ്നേഹം അസൂയപ്പെടുന്നില്ല. സ്നേഹം ദീർഘക്ഷമയുണ്ട്, പിന്നെന്താണ്? ദയയും ഉള്ളതാണ്, ദയുണ്ട്, സ്നേഹം അസൂയപ്പെടുന്നില്ല. ഇവർക്ക് ഞാൻ നല്ലവനായത് കാരണം നിങ്ങൾ അസൂയപ്പെടുന്നു എന്ന് ചോദിച്ചില്ലേ? അത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അസൂയല്ല, സ്നേഹമില്ലെന്ന് അതിൻ്റെ അർത്ഥം. കർത്താവ് കുറ്റപ്പെടുത്തണത് അവരുടെ സ്നേഹരാഹിത്യത്തെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഈ ബൈബിൾ മുന്നോട്ട് വെക്കണ പുതിയ നിയമത്തിലെ ക്രിസ്തുവിൻ്റെ സ്നേഹമില്ലേ, ദൈവീകമാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഈ ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് അതിലേക്കുള്ള ഒരു വഴി യാത്രയാണ്. അപ്പോൾ ഉണ്ടാകുന്ന അനുഭവം എന്താ ഇപ്പോൾ ഉണ്ടായിരിക്കണത്? രാവിലെ വന്നവരെ വൈകുന്നേരം വന്നവരുമായിട്ട് തുലനപ്പെടുത്തിയപ്പോൾ അവർക്ക് പിറുപിറുപ്പുണ്ടായി. ആ പിറുപിറുപ്പിൻ്റെ കാരണം എന്താണ്? നിങ്ങൾക്ക് സ്നേഹമില്ല. അതുപോലെ കാര്യമുണ്ട്. സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ സ്നേഹം അസൂയപ്പെടത്തില്ലായിരുന്നു. അപ്പോൾ ഈ വിഷയം അതാണ്. അപ്പം അതുകൊണ്ട് കർത്താവ് ഇത് തന്നെയാണ് ഈ പുത്തൻ്റെ കഥ വരുമ്പോഴേ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് പ്രവർത്തിച്ചു എന്നതിനേക്കാൾ ഉപരി എന്ത് സഹനങ്ങളിലൂടെ കടന്നു പോയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ കുറേ സഹിച്ചു എന്ന് ഇവര് ആൾ പറയുന്നുണ്ട് സഹനത്തെക്കുറിച്ച്. ഞങ്ങൾ ഇത് വായിച്ച് 20:11-12 അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പിറുപിറുത്തു. അവസാനം വന്ന ഇവർ 1 മണിക്കൂറേ ജോലി ചെയ്തു. എന്നിട്ടും പകലിന്റെ അധ്വാനവും ചൂടും സഹിച്ച ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ. അപ്പൊ സഹിച്ച ആൾക്കാരെ കുറിച്ച് വലിയ മതിപ്പൊന്നുമില്ല. കാര്യം സഹിച്ചെന്ന് പറഞ്ഞാൽ സത്യം, പക്ഷേ കയ്യിരിപ്പ് മോശമാണ്. മനസ്സിലായില്ലേ? സഹിച്ചെന്ന് പറയുമ്പോൾ നമ്മളവർക്ക് സഹിച്ചു കഴിഞ്ഞാൽ സംഭവം എല്ലാം ഇങ്ങനെ സ്വർഗ്ഗം ഇങ്ങനെ അടർന്ന് വീഴുവന്നു. ഒരു കുന്തവും സംഭവിക്കത്തില്ല. കാര്യം എന്താണ്? സഹിച്ചാലും അവസാനം നിൽക്കും. നമ്മൾ സൂര്യനൂലും ഓട്ടം പോലെയാണേ. സൂര്യനൂലും ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്ന് നമ്മൾ ഓടുകയും ചെയ്യണം. അതേസമയം നൂല് കോർക്കുകയും ചെയ്യണം. ഫിനിഷാകുമ്പോൾ ട്രഫറി വന്ന് നോക്കണത് എന്താ? മാസ്റ്റർ വന്ന് നോക്കണത് എന്താണ്? നീ ഫിനിഷായെന്നല്ല നോക്കണത്, നീ ഫിനിഷായോ എന്നല്ല നോക്കണത്, ആ സൂര്യ നൂല് കോർത്തിട്ടുണ്ടോ എന്നാണ് നോക്കണത്.
അതാണ് പ്രശ്നം. നമ്മൾ ഈ ജീവിതം പൂർത്തിയാക്കുകയും ചെയ്യണം, സ്നേഹം ബാക്കി എല്ലായിടത്തും നിലനിൽക്കുകയും ചെയ്യണം. അതുകൊണ്ട് അത് ഭയങ്കര രസകരമായ കാര്യം. കർത്താവിൻ്റെ എല്ലാ കഥകളിലും ബാക്കി ബാലൻസ് അവശേഷിക്കണേ എന്താ? സ്നേഹമാണ്. അച്ഛൻ പറഞ്ഞു വരുന്നതിന് മനസ്സിലായില്ലേ മക്കളെ? അപ്പം ഈ പിറുപിറുപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ പിറുപിറുപ്പുണ്ടാ, അതിൻ്റെ അർത്ഥം നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ കാര്യമില്ലെന്നാണ്. ദൈവം നോക്കണേ എന്താണ്? നിങ്ങൾ അസൂയപ്പെടുന്നുണ്ടോ? എന്തുകൊണ്ട് അസൂയപ്പെടുന്നു? സ്നേഹമില്ല. അപ്പം അതുകൊണ്ട് സ്നേഹം ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ ബാക്കി പിറുപിറുക്കാതിരിക്കുകയോ കാര്യങ്ങൾ സമീപിക്കാൻ. അപ്പോൾ ദൈവ പൈതലായി നമ്മൾ തുടരും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ കർത്താവിനെ അറിയാം, നമ്മുടെ ഉടായ്പകളെല്ലാം അറിയാം. കാര്യം ഇത് തൽക്കാലത്തേക്ക് വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയുള്ള ഉടമ്പടി എടുക്കലും പൊക്കലും ഒക്കെയാണ്. അത് കഴിയുമ്പോൾ പണ്ടത്തെ ആൾ തന്നെയായിരിക്കും നീ എന്നുള്ളത് ഈശോയ്ക്കറിയാം. ഇനി ഉടമ്പടി എടുത്താൽ തന്നെ നീ വന്ന് സാക്ഷ്യം പറയാൻ തയ്യാറാകത്തില്ലെന്നും കർത്താവിന് അറിയാം. അതുകൊണ്ടാണ് ചില ആൾക്കാരുടെ ഉടമ്പടി താമസിക്കാൻ കാരണം. നിങ്ങളുടെ കയ്യിരിപ്പ് കൊണ്ടാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മറിച്ച് മര്യാദയ്ക്ക് കർത്താവിലേക്ക് ഈ വിഷയം കൊണ്ടുവന്ന് ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് ഈശോയാണ് എല്ലാത്തിനേക്കാൾ വലുതെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെങ്ങനെ ഈശോയെ കാണുന്നു, അതാണ് വിഷയം. ഇപ്പം അന്ധന് കാഴ്ച കൊടുത്തപ്പോൾ കർത്താവ് കണ്ണ് തുറന്നപ്പോൾ നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, മനുഷ്യരെ കാണുന്നുണ്ട്, പക്ഷേ മരങ്ങളെപ്പോലെയൊക്കെ ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും കർത്താവ് അവൻ്റെ കാഴ്ച കൊടുത്ത് പിന്നെയും കണ്ണി തൊട്ട് പ്രാർത്ഥിച്ചു. ഇപ്പം എന്ത് കാണും? ഇപ്പം മനുഷ്യരെ പോലെ കാണുന്നുണ്ട്. അപ്പോൾ മനുഷ്യർ രണ്ട് കാഴ്ച ഉണ്ടാവും. ശരി, ഇപ്പം രണ്ട് കാഴ്ച ഉണ്ടാവും. എന്നുവെച്ചാൽ ദൈവത്തിനെ അറിഞ്ഞതിന് ശേഷം ആദ്യം അറിയുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭവം, പിന്നെ പൂർണ്ണമായി അറിയുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. ഇപ്പോൾ ദൈവത്തിൽ നമ്മൾ വളർന്ന് വരികയാണ്. ഇപ്പം മറ്റു ട്രീസയുടെ വിഷയം എന്താണ്? അവർക്ക് കപ്പാസിറ്റിയാണ്. കപ്പാസിറ്റി കാരണം ക്ലെയിമുണ്ട്. കപ്പാസിറ്റി ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും? അവർ ദൈവത്തിൻ്റെ മകളാണ്. അവളുടെ കയ്യിൽ നിന്ന് ഒത്തിരിയേറെ ചിലവഴിച്ചിട്ടുണ്ട്. ഒത്തിരിയേറെ കർത്താവിന് വേണ്ടി വിശ്വാസം, കുറച്ച് കൂടിയ വിശ്വാസമാണ്. കൂടിയ വിശ്വാസത്തിൽ നമ്മുടെ വിശ്വാസം മെയിൻ്റനൻസ് ഇല്ലാത്ത വിശ്വാസമാണ് നമ്മുടേത്, ഇല്ലേ? ഇപ്പം ഞാൻ കടലിൽ വെഞ്ചരിക്കാനൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർ കടലിൽ ആങ്കറിട്ടിരിക്കണ വള്ളത്തേനെ കൊണ്ടുപോകും. അത് വെഞ്ചരിക്കാൻ പറയും. അപ്പോൾ ഞാൻ വെഞ്ചരിച്ച് കഴിയുമ്പോൾ ഇവർ എന്നെ പറയും, അച്ഛാ ഇത് കയറ്റാനിട്ടിരിക്കണമെന്ന്. ഞാൻ ഇവിടെ ഇതിന് മുരിങ്ങ പിടിച്ചിരിക്കണമെന്ന്. കുറേ നാളെ കായലിൽ കിടന്ന് കഴിയുമ്പോൾ മുരിങ്ങ എന്ന് പറഞ്ഞൊരു തരം പുഴുവുണ്ട്, കക്കായൊക്കെ പിടിച്ചിരിക്കും. അത് വള്ളത്തിന് ദൂരം ഉണ്ടാക്കും. അപ്പോൾ അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ ആധ്യാത്മിക ജീവിതം മുരിങ്ങ പിടിച്ചതായിരിക്കും. അത് പറിച്ചു കഴിയുമ്പോൾ ഒരു ദൂരം ഉണ്ടാവില്ല. ഇതാണ് വിഷയം എന്നത്. അതല്ലാതെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ രീതിയിൽ പോകുന്നു. അതായത് നമുക്കൊരിക്കലും ഇങ്ങനെ പാർട്ട് ടൈം ക്രിസ്ത്യൻസ് ആയിട്ട് പോകാൻ പറ്റത്തില്ല. ആധ്യാത്മിക ജീവിതത്തിൽ ഷിഫ്റ്റുമില്ല. ഉച്ചവരെ ഒരു ബാച്ച്, ഉച്ച കഴിയുമ്പോൾ വേറൊരു ബാച്ച്, അങ്ങനെയൊന്നുമില്ല. അതായത് ഇതെല്ലാം ദൈവത്തിലുള്ള ഒരു നിലപാട്, ഒരു നയം, ഒരു സമീപനം. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, സത്യസന്ധമായി അങ്ങയുടെ കൂടെ എല്ലാ അർത്ഥത്തിലും സഞ്ചരിക്കുവാനും സഹവസിക്കാനും ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും സാക്ഷ്യം നൽകാനും എന്നെ അഭിഷേകം ചെയ്യാനും പരമ ദിവ്യകാരുണ്യത്തിന് അതായത് ട്രീസ ചേച്ചിയുടെ സാക്ഷ്യത്തിലുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹെബ്രായർ 10:36 ഹെബ്രായർ 10:34 എന്താ പറയണത്? ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. അതാണ് സംഭവം. ഇപ്പം ചില സമയത്ത് ഈ സഹനശക്തി നമുക്ക് ആവശ്യമായത് കൊണ്ടാണ് ദൈവം നമുക്ക് തരുന്നത്. അത് ചിലർ ചോദിക്കുകയെ, ഇപ്പം ഞാൻ ദിവസം പള്ളി പോകണ്ടല്ലോ, ദിവ്യകുർബാന കൂടുന്നുണ്ടല്ലോ, ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന ഉണ്ടല്ലോ. പക്ഷേ എന്താ പ്രശ്നം? വാഗ്ദാനം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ വാഗ്ദാനത്തിൽ എന്തെല്ലാം ഉണ്ട്? ഇപ്പം ദൈവത്തിൻ്റെ വാഗ്ദാനം ശരീരത്തിൽ പ്രാപിക്കുന്നത് സൗഖ്യം, ദൈവത്തിൻ്റെ വാഗ്ദാനം ജീവിത മണ്ഡലങ്ങൾ പ്രാപിക്കുന്നത് അനുഗ്രഹം, അതാണ് ഈ വസ്തു വിൽപ്പന, വിവാഹം, വീട് ഒക്കെ വരും. ദൈവത്തിൻ്റെ വാഗ്ദാനം ആത്മാവിൽ പ്രാപിക്കുന്ന കൃപ, നിത്യത വരെ. അപ്പോൾ വാഗ്ദാനം ഒരു മനുഷ്യന് പലതരത്തിൽ പ്രാപിക്കാൻ പറ്റും. പക്ഷേ ദൈവത്തിൻ്റെ ഒന്ന് വായിച്ചോളൂ 10:36 ഹെബ്രായ ലേഖനത്തിലെ സ്തുതിക്കട്ടെ
ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. അപ്പോൾ ഇത് വിഷയത്തിൽ ചില വാഗ്ദാനങ്ങൾ പ്രാപിക്കണമെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പവർ ജനറേറ്റ് ചെയ്യണം. എനിക്കറിയാമല്ലോ, ഞാൻ എപ്പോഴും പറയാറുണ്ടോ, ഇപ്പോൾ ഈ ആംപ്ലിഫൈ, ഞാൻ എൻ്റെ സൗണ്ട് ആംപ്ലിഫൈ ചെയ്യണം ഇപ്പോൾ, അല്ലേ? നിങ്ങൾ സൗണ്ട് ബോക്സിൽ നിങ്ങളത് റിസീവ് ചെയ്യുന്നു, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ മൊബൈലിൽ നിങ്ങൾ കേൾക്കുന്നു. അതിനൊക്കെ സിംഗിൾ ഫേസ് മതിയാവും. പക്ഷെ നമുക്കൊരു തടി മില്ലിന് തടി ഇറക്കണമെന്നുണ്ടെങ്കിൽ ഈ കറണ്ട് പോരാ, ത്രിപിൾ ഫേസ് വേണം. അതാണ് പ്രശ്നം. ഇതുപോലെ വലിയ വാഗ്ദാനം, ചെറിയ വാഗ്ദാനത്തിനൊക്കെ ഇതുപോലെയുള്ള അത്യാവശ്യം നവേനയും പ്രാർത്ഥനയൊക്കെ അങ്ങനെയൊക്കെ മതിയാവും. പക്ഷേ നിത്യത പോലെയുള്ള, ചുമ്മാ നിത്യത കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ വന്നിരിക്കുന്നത് 10:10 യോഹന്നാന്റെ സുവിശേഷം എന്താ പറയണത്? ഞാൻ വന്നിരിക്കുന്നത്, പറഞ്ഞോളൂ, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനും. അപ്പോൾ A+++ ആണ് സംഭവം, അല്ലാതെ B+ അല്ല. B+ ആയിരുന്നെങ്കിലേ അവരിങ്ങനെ തുണിയില്ലാതെ കുരിശിൽ കയറി ഒരു വ്രണമാകേണ്ട ആവശ്യമില്ലായിരുന്നു. ആൻഡ് യു വിൽ ബി റിജക്റ്റഡ് ബൈ നോ മീൻസ്. എന്താ കർത്താവ് പറയണത്? ഇപ്പോഴേ നീ കൃപ സമർത്ഥമാക്കുന്നില്ലെങ്കിൽ നീ B+ നിൽക്കും. B+ കർത്താവിന് വേണ്ടെന്നാണ് പറയണത്. എന്താ കാര്യം? യോഹന്നാൻ 10:10 കാര്യം എന്താണ്? ഞാൻ വന്നിരിക്കുന്നത്, പറഞ്ഞോളൂ, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനും. അപ്പോൾ ജീവൻ സമൃദ്ധിയായാലേ പിന്നെ യേശു വരേണ്ട കാര്യമില്ലായിരുന്നു. അവിടെ വിഷയം വരണത്. സാധാരണ കൃപകളൊക്കെ പഴയ നിയമത്തിൽ അത്യാവശ്യം കിട്ടുമായിരുന്നു, ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ യേശു വന്നിരിക്കുന്നത് എന്തിനാണ്? കൃപ സമർത്ഥമാകാൻ വേണ്ടിയാണ്. ഈ ഒരു ബോധം, ഇതൊരു ബോധമാണ് ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ ആധ്യാത്മികത എന്ന് പറയുന്ന ഒരു ബോധമാണ്. ബോധം മാത്രമല്ല, ഒരു ബോധ്യം കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു ബോധ്യം. കാര്യം ഇത് ക്രമേണ വളർന്നു വരുന്നതാണ്. ഇപ്പോൾ റോമ നടപടി പുസ്തകത്തിൽ ഉദാഹരണത്തിന് നടപടി പുസ്തകത്തിന് 15:21 വായിച്ചേ. നടപടി പുസ്തകം 15:23 ശ്രദ്ധിക്കട്ടെ. നടപടി പുസ്തകം 15:23 വായിച്ചോളൂ. അപ്പോസ്തലന്മാരും ശ്രേഷ്ഠന്മാരുമായ സഹോദരന്മാർ അന്ത്യോക്യയിലെയും സിറിയയിലെയും കിലിക്കിയയിലെയും വിജാതിയുടെ നിന്നുള്ള സഹോദരനുമായ നിങ്ങൾക്ക് അഭിവാദനം അർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. കർത്താവേ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനം 4:21 വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അപ്പം ചില വാഗ്ദാനം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നിത്യത എന്ന് പറയുന്ന വാഗ്ദാനമില്ലേ, ആ നിത്യത എന്ന വാഗ്ദാനം നിറവേറ്റണമെങ്കിൽ നമുക്ക് എന്നാ വേണം? നമുക്ക് പൂർണ്ണമായ ബോധ്യം ഉണ്ടാകണം. മനസ്സിലായില്ലേ? ഭാഗികമായ ബോധ്യം ഉണ്ടായാൽ പോരാ. ഈ പൂർണ്ണ ബോധ്യം നമുക്ക് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ഹെബ്രായർ 10:36 അനുസരിച്ചാണ്. എന്താണ് ഹെബ്രായർ 10:36 അനുസരിച്ച്? അത് കട്ടതയുടെ ഒരു കണ്ടന്റ് അതിനകത്തുണ്ടാകും. അപ്പം ഞാൻ ഇങ്ങനെ പറയണമെന്നറിയാമോ? നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കുറേ വാഗ്വാദങ്ങൾ നടത്തി പൊട്ടൻ ക്രിസ്ത്യാനിയായിട്ട് കൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം വെച്ചാൽ നിങ്ങൾ എപ്പോഴും പറയും, ഞാൻ എൻ്റെ കൂട്ടുകാരുടെ ഉടമ്പടി എടുത്തില്ല, അവളെ ദുഃഖവെള്ളിയാഴ്ച പോലും പള്ളിയിൽ പോയി അങ്ങനെ ഇടില്ല. പക്ഷേ അവളെല്ലാം 8 ദിവസം പോകാതെ അവൾ കാനഡയ്ക്ക് പോയി. ഞാനിതെല്ലാം ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ പോകും, എല്ലാ നിരന്തരം പള്ളിയിൽ പോകും, കർത്താവ് കുടുംബപ്രാർത്ഥന നടക്കും. പക്ഷേ എൻ്റെ കാര്യത്തിനൊരു തീരുമാനമില്ല. ഇങ്ങനെ ഭൗതികമായ നക്കാപ്പിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ട് ദൈവമായിട്ട് ഗുസ്തി നടത്തും. അവിടെയാണ് കുഴപ്പം വരുന്നത്. ദൈവമായിട്ട് ഗുസ്തി നടത്തുന്ന അനുസരിച്ച് കൊണ്ട് എന്താ സംഭവിക്കാൻ പോണത്? പണ്ടൊരു ഗുസ്തി നടത്തിയിരുന്നില്ല യാക്കോബ്, അല്ലേ? ദൈവമായിട്ട് ഗുസ്തി നടത്തി അവസാനം എളി ഉളുക്കാൻ കൊള്ളാവുന്നല്ലാതെ ദൈവമായിട്ടുള്ള ബന്ധത്തിന് മുടന്തം ക്രിസ്ത്യാനിയായിട്ട് മാറും വിശ്വാസത്തിൽ. എന്താ കാര്യം? ഈ കാനഡയിൽ പോണത്, കർത്താവ് ക്രൂശിക്കപ്പെട്ടത് നീ കാനഡയിൽ പോകാൻ വേണ്ടിയാണ്, കർത്താവ് ക്രൂശിക്കപ്പെട്ടത് നിൻ്റെ ചിട്ടി വീഴാൻ വേണ്ടിയാണ്. ഇതൊന്നുമല്ല, നിത്യതയാണ് വിഷയം. അപ്പോൾ നിത്യത നിനക്ക് അസൈൻ ചെയ്യുമ്പോൾ നീ എന്നോട് പറയാൻ അഡ്വാൻസ് ചെയ്യാൻ പറയും. അതാണ് വിഷയം എന്നത്. നിത്യത നീ ഇപ്പോൾ അഡ്വാൻസ് കൂടുതൽ ചോദിക്കും. ചില ഇപ്പോൾ നമ്മൾ ഒരു 4 സെൻറ്റ് സ്ഥലം മതി, അപ്പോൾ 8 ലക്ഷം രൂപ എന്ന് വിചാരിച്ചോ. അഡ്വാൻസ് നീ എന്ത് കൊടുക്കും? 2 ലക്ഷം രൂപ. 4 സെൻറ്റ് സ്ഥലം മതി നിനക്ക്, അപ്പോൾ 8 ലക്ഷം രൂപ. നീ അഡ്വാൻസ് എന്ത് കൊടുക്കും? 2 ലക്ഷം രൂപ. പക്ഷേ നിനക്ക് 40 സെൻറ്റ് സ്ഥലം വേണം. 40 സെൻറ്റ് സ്ഥലം വേണമെങ്കിൽ എന്ത് ചെയ്യും? 8 ലക്ഷത്തിന് 80 ലക്ഷം രൂപ വേണം. അപ്പോൾ എന്ത് ചെയ്യണം? 10 ലക്ഷം അഡ്വാൻസ് കൊടുക്കണം.
അവിടെയാണ് വിഷയം വരുന്നത്. നിൻ്റെയൊക്കെ ഇപ്പം മറ്റു ട്രീസാടെ വിഷയം എന്താണ്? അവർ അഡ്വാൻസ് കൂടുതൽ കൊടുത്തിരിക്കണം. 38 കൊല്ലം രക്തസ്രാവം കൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് ഈ ചേർത്തി പറയവേ, ഞാനേ പള്ളിയിൽ പോകുമ്പോൾ എനിക്ക് സ്റ്റെപ്പ് കയറണം, പക്ഷേ എൻ്റെ ഈ യൂട്രസ് ഇറങ്ങണ കാരണം എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ ഓരോ സ്റ്റെപ്പും കയറും വിശ്വാസ പ്രമാണം ചൊല്ലി കർത്താവ് എന്ന് വിളിച്ചുകൊണ്ട്. എന്നാത്തിന് സ്റ്റെപ്പ് കയറണത്? കർത്താവിനെ കാണാൻ വേണ്ടി. കോവിഡാണെന്ന് പറഞ്ഞ് ഞായറാഴ്ച കുർബാന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ഓൺലൈനാണെന്ന് പറഞ്ഞപ്പോൾ ചുണ്ടുമുടി കിടന്ന പാർട്ടിയാണ്. ഒരു 90% ക്രിസ്ത്യാനിൻ്റെ കാര്യത്തിൽ കോവിഡ് തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ നല്ലത്. കാര്യം കള്ളൻ ആരാണ്, വെള്ളി ഏതാണെന്ന് ഇപ്പോൾ ഈശോക്ക് മനസ്സിലായി. കോവിഡ് കാലത്ത് നീ എന്ത് ചെയ്തു? നിൻ്റെ കുമ്പസാരം എന്തുമാത്രം നീണ്ടു? നീ ഇപ്പോഴും കുമ്പസാരിച്ചിട്ടില്ലേ? കോവിഡിൻ്റെ കാര്യവും പറഞ്ഞ് കുമ്പസാരം നീട്ടിക്കൊണ്ട് നിൻ്റെ വിശുദ്ധീകരണം. ഈ ഒരു കാലമാണ് നിൻ്റെ പ്രതിസന്ധി എന്ന് പറയുന്നത്. വിശ്വാസത്തിൽ യു മസ്റ്റ് പേ. ഇന്ന് പണ്ടത്തെ പോലെ ഈസി അല്ല. നിനക്ക് വിശ്വസിക്കണമെങ്കിൽ സഭയിലുണ്ടാകുന്ന പല വിഷയങ്ങളും അതിനെ അതിജീവിച്ചുകൊണ്ട് നീ വിശ്വസിക്കണം. കാരണം എന്താണ്? നിങ്ങൾക്ക് എന്നെയാണ് ആവശ്യമെങ്കിൽ ലെറ്റ് ദം ഗോ എന്ന് ഈശോ പറഞ്ഞ ആരോടാണ് പറഞ്ഞത്? പത്രോസിനെക്കുറിച്ചും അന്ത്രയോസിനെക്കുറിച്ചും ഒക്കെയാണ് ഈശോ പറഞ്ഞത്. ആരോട് പറഞ്ഞത്? പട്ടാളക്കാരോട് പറഞ്ഞത്. നിങ്ങൾക്ക് എന്നെയാണ് ആവശ്യമെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ എന്നും. ചില ആൾക്കാർ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ ജീവിതം കണ്ടതിന് ശേഷം അതിന് ചില ഉണ്ടായിട്ട് കർത്താവിൽ നിന്ന് മാറാതിരിക്കുന്ന അയ്യോ പാവി അന്നാട് ഇവിടെ ക്രിസ്ത്യാനിയുണ്ട്. അവൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. കോവിഡ് വന്നതോടുകൂടി നീ ആരാണെന്നുള്ളത് ഓൾറെഡി റെക്കോർഡായിപ്പോയി. ഇനി നീ അങ്ങനെയല്ല കർത്താവ്, ഞാൻ ഇങ്ങനെയാണ് കർത്താവ്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല കർത്താവ്, ഇങ്ങനെ ഉദ്ദേശിച്ച കേരള സഭയിലാണെങ്കിൽ 100,000 പ്രശ്നവും. നിന്നെ വിശ്വാസത്തിൽ കൂട്ടാൻ പറ്റുന്ന വിഷയങ്ങളെക്കാൾ ഉപരി നിന്നെ വിശ്വാസത്തിൽ കളയാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ആരുണ്ടാക്കിയതാണ്? കർത്താവിൽ അവൻ ആരുണ്ടാക്കാനാണ്? അതായത് എൻ്റെ വിശ്വമുറം അവൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞില്ലേ? ആ വിശ്വമുറം അവൻ കയ്യിൽ കളഞ്ഞിട്ടില്ല. ഇപ്പോഴും യോഹന്നാൻ മാന്താന എന്താ ചെയ്തത്? യോഹന്നാൻ മാന്താന ഈശോനെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? പറഞ്ഞത് വിശ്വമുറ അവൻ്റെ കയ്യിലുണ്ട് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? അവൻ വിശ്വമുറ ഇപ്പോഴും കളഞ്ഞിട്ടില്ല. അവൻ എല്ലാ സമയത്തും വീശിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡിൻ്റെ ഒരു വീശൽ കഴിഞ്ഞു, അഭയ കേസിൻ്റെ വേറെ വീശൽ കഴിഞ്ഞു, അനുശേഷം ഫ്രാങ്കോ പിതാവിൻ്റെ വീശൽ കഴിഞ്ഞു. ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. പതിരെവിടെ വീഴുന്നു? പറന്നുപോയി. പതിര് ക്രിസ്ത്യാനിക പറന്നു പോയില്ലേ? അവൻ പള്ളി പോലും അവനെ കാണാനില്ലല്ലോ. കതിര് കൂടെ നിൽക്കുന്നു. ശ്രുതിക്കട്ടെ. വായിച്ചോളൂ. ഇപ്പോഴാകട്ടെ എനിക്ക് ഈ പ്രദേശങ്ങളിൽ പ്രവർത്തനത്തിനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. നിങ്ങളുടെ അടുക്കൽ ഇതാരാണെന്ന് പറയണമെന്നറിയാമോ? പൗലോസ് അപ്പോസ്തലനാണ്. എവിടെ വെച്ചാൽ പറയണത്? കൊറിന്ത്യസ് രീതിയിൽ പറയണത്. ആരോടാ പറയണത്? റോമക്കാർ പറയുന്നത്. എന്താ കാര്യം? പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു ബോധ്യമാണത്. എന്താണ്? കൊറിന്ത്യസോട് പറയണേ, എനിക്കിപ്പോഴേ ഇവിടെ പ്രവർത്തിക്കാൻ വലിയ സാധ്യതയൊന്നുമില്ല എന്ന് പറയും. ഇല്ലേ? ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതൊരു ബോധമാണ്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നതും വിശ്വാസം എന്ന് പറയുന്നതും ബോധവും ബോധ്യത്തിൻ്റെയും വളർച്ചയാണ്. നിനക്കിപ്പം 45 വയസ്സുണ്ടെങ്കിൽ 45 വയസ്സിൻ്റെ ഒരു വളർച്ച കാണിക്കണം. പല വിശ്വാസിക്കും സംഭവിച്ചിരിക്കണം ഇതാണ്. ഭയങ്കര വയസ്സൊക്കെ ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യ കുർബാനയ്ക്ക് അപ്പാടെ എന്ത് വിശ്വാസം ഉണ്ടായിരുന്നു അതേ ഇപ്പോഴുള്ളൂ വിശ്വാസത്തിൽ. ഇത് ഒരു വളർച്ചയാണ് ശരിക്കും. കർത്താവ് നമ്മൾ വളരാൻ വേണ്ടി ഇങ്ങനെ ഓരോ സംഭവം. കോവിഡ് കഴിയുമ്പോൾ വേറൊരു സാധനം വരും. പള്ളി പോലും കയറാൻ പറ്റാത്തൊരു കാലം കടന്നു പോവുകയാണ്. പക്ഷേ നീ കയറിയോ? ചില ആൾക്കാരൊക്കെ വന്നിട്ടേ, ഞാൻ പുങ്കാവ് പള്ളിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട്, ഒരു മനുഷ്യൻ പള്ളി അടച്ചിട്ടിരിക്കുകയും എല്ലാ ദിവസവും വന്ന പള്ളിയുടെ വാതിക്ക് അടഞ്ഞു കിടക്കുന്ന പള്ളിയുടെ അകത്തേക്ക് മനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്നിട്ട് പോകും. ഏത് കോവിഡ് വന്നാലും ആലയം അടച്ചാലും ആ മനുഷ്യൻ്റെ മനസ്സ് അടഞ്ഞിട്ടില്ല. അവൻ കർത്താവിൻ്റെ മുമ്പിൽ തന്നെയുണ്ട്. ഇങ്ങനെയുള്ള വാതിലടക്കലായിട്ടുള്ള കാലം വാതിലടക്കുകയാണ്. അടക്കുമ്പോഴൊക്കെ ഇത് എന്താ ചെയ്യുക? ആരെയാണ് നീട്ടോ? ആരെയാണ് ഇത് ലക്ഷ്യം വെക്കണത്? പതിരേതാണ്, കതിരേതാണ്? പ്രഭോ അങ്ങ് നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകൾ എങ്ങനെ ഉണ്ടായി? ഞങ്ങൾ കളകൾ പറിച്ച് കളയട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറയും, നിൽക്കട്ടെ. എവിടെയാണ്? കൊയ്ത്ത് വരെ നിൽക്കട്ടെ. കൊയ്ത്ത് കാലമാകുമ്പോഴും ഞാൻ പറയും, ആദ്യം നിങ്ങൾ കളകളെല്ലാം കെട്ടുകെട്ടായി ശേഖരിക്കുവേൻ, കതിരുകൾ എൻ്റെ അറപ്പുറയ്ക്ക് ശേഖരിക്കുവേൻ. അപ്പം കതിരും പതിരും കളയും വിളയും എപ്പോഴും വിഷയമാണ്. അതുകൊണ്ട് കോവിഡ് കഴിയുമ്പോൾ വേറൊരു അസുഖം വരും, അല്ലെങ്കിൽ സഭയിലൊരു പാഷാണ്ഡത വരും, അല്ലെങ്കിൽ സ്കാനിങ് വരും, സ്കാം വരും. ഇങ്ങനെയൊക്കെ ഓരോ സംഭവത്തിലൂടെ ഉണ്ടാകുന്ന വിശ്വമുറങ്ങളിലൂടെ ഈ മനുഷ്യൻ ദൈവത്തിനുള്ളവനാണെങ്കിൽ മോശ മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു കാലമുണ്ട്. 40 ദിവസത്തെ ആബ്സെൻസിന് ശേഷം 40 ദിവസമാണ് മോശ ഭൂമിയിലില്ലാഞ്ഞത്. സീനായ് മലമുകളിലായിരുന്നത്, കർത്താവിൻ്റെ കൂടെ ആയിരുന്നത്. ഇറങ്ങി വരുമ്പോൾ എന്ത് പറ്റി? മോസസ് ഏറ്റവും വിശ്വസിച്ചിരുന്നവനാണ് അഹറോൻ, പുരോഹിത ശ്രേഷ്ഠൻ. അഹറോൻ എല്ലാവരും കൂടി അഹറോനെ പൊതിഞ്ഞിട്ട് പറയും, ഞങ്ങൾക്ക് കാളക്കൂട്ടി ഉണ്ടാക്കി തരാൻ പറയും. അപ്പോൾ അഹ്റോൻ ഇവിടേക്ക് സ്വർണ്ണം വാങ്ങിച്ചിട്ട് കാളക്കൂട്ടി ഉണ്ടാക്കും. അപ്പോൾ മോസസ് ഇതാണ് കാണുന്നത്. അപ്പോൾ മോസസ് അവർ തുള്ളണം തുള്ളാത്തൊന്നുമല്ല പ്രശ്നം. മോസസ് പറയുന്നത് വാക്കുണ്ട്.
നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. ദൈവത്തെ കർത്താവെന്ന് വിചാരിക്കുന്നവനും വിശ്വസിക്കുന്നവനും മാറി നിൽക്കാൻ പറയും. എന്തിനാ കാര്യം? അത് പേറ്റലാണ്. ഒരു കോവിഡ് വരുമ്പോൾ കർത്താവിനുള്ളവർ മാറി നിൽക്കാൻ പറയുകയാണ്. നിൻ്റെ കുടുംബത്തിൽ സാമ്പത്തിക തകർച്ച വരുമ്പോൾ ദൈവത്തിനുള്ളത് മാറി നിൽക്കാൻ പറയുകയാണ്. അപ്പോൾ നീ ഇത്രയും നാൾ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊന്നും കാര്യങ്ങളല്ല. കാര്യം എന്താ? ഒരു ഇഷ്യൂവിനെ താങ്ങാൻ അതൊന്നും പറ്റണില്ല. എൻ്റെ ദൈവത്തിലെ നീ വേദനിക്കാനോ വിഷമിക്കാനോ എന്നല്ല ഞാൻ പറയണത്. തെറ്റുണ്ടെങ്കിൽ നീ ദാവീദിനെ പോലെ പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാകണം. എന്താ കാര്യം? തെറ്റിപ്പോയി, പക്ഷേ അങ്ങയുടെ തിരുസന്നിധി നിന്നെ തള്ളിക്കളയരുത്. ദാവീദ് എന്തെല്ലാമാണ് ഏറ്റവും വലിയ കാര്യം എന്താണ്? പരിഭാവനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. ഏറ്റവും വലിയ ഒരു കാലത്ത് ദൈവം എന്തുമാത്രം സ്നേഹിച്ചൊരു മനുഷ്യനാണ്. പക്ഷേ അബദ്ധങ്ങൾ പറ്റി. സാഹചര്യം വന്നപ്പോൾ റീഡ് ചെയ്യാൻ പറ്റിയില്ല. സാഹചര്യം വന്നപ്പോഴേ റീഡ് ചെയ്യാൻ പറ്റിയില്ല, അബദ്ധത്തിൽ വീണു. പക്ഷെ ദാവീദ് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, എനിക്ക് തെറ്റുപറ്റി, പക്ഷേ എന്നെ തള്ളിക്കളയരുത്. പിന്നെ എന്ത് ചെയ്യണം? അങ്ങനെ പരിപാവനെ എന്നിൽ നിന്ന് തിരികെ വിളിക്കരുത്, പരിശുദ്ധാത്മാവിനെ. ഒരു പക്ഷേ എൻ്റെ ദൈവത്തിൽ എൻ്റെ ധ്യാനം ഈ ശുശ്രൂഷ കേൾക്കുമ്പോഴേ നിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു കാലം ഉണ്ടെന്ന് വിചാരിച്ചോ, നീ ഇത്രയും പറഞ്ഞാൽ മതി. കർത്താവെ, അറിയാണ്ട് തെറ്റുപറ്റിപ്പോയി. ദാവീദിനെ പോലെ ഞാൻ കരഞ്ഞു പറയുന്നു, ഇനി എന്നിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ തിരിച്ച് വിളിക്കരുത്. അതുപോലെ തന്നെ കർത്താവെ, നീ എന്നിൽ നിന്ന് നിൻ്റെ മുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങേ അറിഞ്ഞംഗീകരിച്ച് പറയേണ്ട കാലങ്ങളിൽ ചെയ്യാൻ കഴിയാതെ പലപ്പോഴും ഞാൻ നിന്റെ വഴിയെ എന്റെ ബോധ്യങ്ങളുടെ വഴിയെ എന്റെ സഹപ്രവർത്തകരുടെയും എന്റെ പ്രസ്ഥാനങ്ങളുടെ വഴിയെ അങ്ങേ മറന്നു പോയിട്ടുണ്ട്. ദാവീദിനെ പോലെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുസന്നിധിയിൽ എന്നെ തള്ളിക്കളയരുത്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, നമ്മളെ അഭിഷേകത്തിൻ്റെ നിറവിലെ ഉടമ്പടി ചെയ്ത വിഷയങ്ങളുടെ മേലും ഉടമ്പടി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആ ഉടമ്പടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിൻ്റെ മേലും ദൈവിക ഇടപെടലുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈ ആരാധന നിമിഷം അനേകം മക്കളെ കർത്താവ് നിങ്ങൾക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ വേദനകളെയും ഭാരങ്ങളെയും രോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഇപ്പോൾ ഈശോ ഏറ്റെടുക്കാം. നിങ്ങൾ സന്തോഷത്തോടു കൂടി ആണ് ഇപ്പോഴേ കർത്താവിനെ തിരുസന്നിധിയിൽ ചെലവഴിക്കേണ്ടത്. അച്ഛന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എനിക്ക് നല്ല അഭിഷേകമുള്ള വചനങ്ങൾ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛന് ആരെയാണ് കർത്താവ് സ്പർശിക്കുന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിന് വേണ്ടി പ്രാർത്ഥിക്കണം. കടങ്ങളും കയറി മുടിഞ്ഞവരും ഭാരമുള്ളവരും ജീവിതത്തിൽ എരിവെയിലത്ത് നിൽക്കുന്ന പോലെയുള്ള അനുഭവമുള്ളവരും ഒക്കെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഒരു മനുഷ്യനോട് ഞാൻ പറയുകയാണ്, അതായത് കർത്താവ്, ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്. ഞാൻ നിന്നെ ഒരു കാരണവശാലും നിന്നെ തള്ളിക്കളയത്തില്ല എന്ന് പറഞ്ഞ വചനത്തിൽ വേണം നിങ്ങൾ വിശ്വസിക്കാൻ. പ്രത്യേകിച്ച് ഹെബ്രായ ലേഖനം 13:5 അറ്റ് എനി കോസ്, ഒരു കാരണവശാലും. ഒരു പക്ഷേ നിൻ്റെ പാസ്റ്റ് ലൈഫ് കർത്താവിൻ്റെ വിശുദ്ധിക്ക് നിരക്കാത്ത ജീവിതമായിരിക്കും. ബട്ട് ഡോണ്ട് മൈൻഡ് ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ്. എന്താ കാര്യം? എന്താ? കർത്താവ് പറഞ്ഞൊരു ഒറ്റ വാക്കാണ്. എന്താണ്? മകളെ, കഴിഞ്ഞ കാലങ്ങളിൽ കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ച് കാണും, പക്ഷേ ഐ ഡോണ്ട് മൈൻഡ് ഇറ്റ്. മേലിൽ നീ അത് ചെയ്യരുതെന്ന് മാത്രമേ ഈശോ പറഞ്ഞുള്ളൂ. അങ്ങനെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പട്ടാങ്ങിയായിട്ട് കട്ടായം പറയണം, കർത്താവെ, മേലിൽ ഞാൻ വിശുദ്ധിയോടെ ജീവിച്ചുകൊള്ളാം. അങ്ങയ്ക്ക് വേണ്ടി, അങ്ങയ്ക്ക് വേണ്ടി ഞാൻ സാക്ഷ്യമായി ജീവിച്ചുകൊള്ളാം. പ്രാർത്ഥിക്കുക. കർത്താവേ, മേലിൽ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിച്ചുകൊള്ളാം. കർത്താവേ, അപസ്മാര രോഗിയുടെ പിതാവിനെ പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 9:22 മർക്കോസിന്റെ സുവിശേഷം അനുസരിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണം. എന്റെ കർത്താവേ, എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധമായ തിരുമുറിവാർന്ന വലത്തുകരം ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും പതിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്റെ ആണിപ്പെടുതാർന്ന അത്ഭുതകരം ശരീരം പൊള്ളുന്നവരിലെ, അസ്ഥി പൊള്ളുന്നവരിലെ, വാത രോഗികളിലെ, കരൾ രോഗികളിലെ, കർത്താവേ, ഹൃദയം നൊമ്പരം അനുഭവിക്കുന്നവരിലെ, ഹൃദയത്തിൽ ബ്ലോക്ക് ഉള്ളവരിലെ, തൈറോയ്ഡ് രോഗികളിലെ, ടോക്സിൻ രോഗികളെ, കൊണ്ട്രോസ് രോഗികളിലെ, തലച്ചോറിന് രോഗമുള്ളവരിലെ, കർത്താവിന്റെ വിശുദ്ധ രക്തം ചലിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിലെ മാരക രോഗങ്ങളെ
ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, തീരാരോഗികളെ സുഖപ്പെടുത്തി നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, അടിവയറ്റിൽ വേദനയുള്ളവരെ അടിവയറ്റ് കൈവെക്കുക. യൂട്രസിന് വേദനയുള്ളവരെ, യൂട്രസിൽ സിസ്റ്റ് ഉള്ളവരെ, ഗർഭാശയത്തിന് അതുപോലെ മിസ് പ്രഗ്നൻസി സംഭവിച്ചിട്ടുള്ളവരെ, അതായത് ട്യൂബിൽ ഗർഭം ധരിച്ചിരിക്കുന്നവരെ, ഇതുവരെ മക്കളില്ലാത്തവരെ എല്ലാം അടിവയറ്റ് കൈവെക്കട്ടെ. ഈ ആരാധനയിൽ കർത്താവിനെ സ്പർശിക്കാം. അതുപോലെ തന്നെ പിസ്റ്റുല രോഗികൾ, പിസിഒഡി രോഗികൾ അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. തീരത്വത്തിൻ്റെ അഭിഷേകം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥന. ഈശോ കിഡ്നി രോഗികളെ നടുവിന് കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. വെർട്ടിബ്രൽ ഡിസ്ലൊക്കേറ്റ് ആയിട്ടുള്ളവരുണ്ട്. നടുവിലിന് ഡിസ്ലൊക്കേഷൻ സംഭവിച്ചവരെ, അതിൻ്റെ കശേരികൾ തെറ്റിക്കിടക്കുന്നവരെ, കൊടിയ വേദന അനുഭവിക്കുന്നവരെ, കമന്ന് കിടക്കാൻ പറ്റാത്തവർ, അവർ നടുവിനെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ശരീരത്തിൽ മുഴവുള്ളവരെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. കക്ഷത്തെ താഴേക്ക് മുഴ വന്നിട്ട് നിൽക്കുന്നവരെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അവരെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്വാസകോശ രോഗികൾ, ഹൃദയത്തിൻ്റെ രോഗികൾ, പതിരയുടെ ശ്വാസകോശങ്ങളിൽ പതിരയിൽ എപ്പോഴും സജ്ജലമായിരിക്കുന്നവരെ, എപ്പോഴും ശ്വാസതടസ്സമുള്ളവരെ, കർത്താവേ നിന്റെ വിശുദ്ധമായ രക്തത്താൽ ശ്വാസകോശ രോഗികളുടെ ശ്വാസകോശങ്ങളെ അങ്ങ് കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈശോ തൊണ്ടയെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശ്വാസകോശങ്ങൾ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹൃദയത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നടുവ് രോഗികളെ കർത്താവേ, കിഡ്നി രോഗികളെ കർത്താവേ, പാങ്ക്രിയാസിന് അസുഖമുള്ളവരെ, ഷുഗർ രോഗികളെ, യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ സൗഖ്യമാക്കട്ടെ. ശ്രദ്ധിക്കട്ടെ.